السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നഹിയു അനിൽ ഫഹ്ഷി വൽ ബദാഇൽ ലിസാൻ, ചീത്ത സംസാരം, നികൃഷ്ടമായ കാര്യങ്ങൾ, അശ്ലീലമായ കാര്യങ്ങൾ സംസാരിക്കുക, പറയുക, ചെയ്യുക, ഇതിനെ നിഷിദ്ധമാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതിനുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ ഒരു ഹദീത്താണ് നമ്മൾ പഠിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ മുഅ്മിനു ബിത്ത്അനി വലൽ ലഅനി വലൽ ഫാഹിഷ് വലൽ ബദി. ലൈസൽ മുഅ്മിനു, മുഅ്മിനല്ല എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഇനി പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളുടെ ഈമാൻ ശരിയല്ല എന്നാണ് ഈ ഹദീത്തിന്റെ ഉദ്ദേശം. അത്ത്അൻ ലൈസൽ മുഅ്മിനു ബിത്ത്അൻ, തഅൻ എന്നാൽ അയ്യാബു ലിന്നാസ്, ജനങ്ങളുടെ അയ്ബ് ഇങ്ങനെ പറഞ്ഞ്, ജനങ്ങളുടെ ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ പറഞ്ഞ് അതെടുത്ത് കുത്തി സംസാരിക്കുന്ന. താന എന്ന് പറഞ്ഞാൽ കുത്ത എന്ന് അർത്ഥമുണ്ട്. ഫിഹി താൻ എന്ന് പറഞ്ഞാൽ ആ വർത്താനത്തിലൊരു കുത്തുണ്ടല്ലോ, വർത്താനത്തിൽ എന്തോ ഒന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഒരു വിഷം പുരട്ടിയ വർത്താനം. ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ പറയാൻ നല്ല ഭയങ്കര എക്സ്പീരിയൻസ്, അങ്ങനത്തെ കുത്തി വർത്താനം പറയാൻ, അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ, ഏതു കാര്യത്തിലും ആക്ഷേപം പറയാം. അപ്പം നമ്മളൊക്കെ നമ്മുടെ വർത്താനം ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് വേറൊരാൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യും. എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രവർത്തനം മുമ്പ് അങ്ങനെ ചെയ്ത എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഓനെ കാക്കണം, ഓനിങ്ങനെയാണ്, അല്ലെങ്കിൽ മൂപ്പരെ നമുക്കറിയാലോ പറഞ്ഞിട്ട് ആ വിഷയങ്ങൾ ഇങ്ങനെ പറയും. നമ്മൾ തായന് ഒരു പല ആളുകളുടെയും സംസാരത്തിൽ എപ്പോഴും തായനുണ്ടാവും, ഒരു കുത്തുണ്ടാവും. ഈ കുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷേപം ആ വിഷയം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു തരത്തിലാണ് സംസാരിക്കാം. അപ്പൊ താന് അതാണ് തആൻ, നന്നായി ഇങ്ങനെ താന് ചെയ്യുന്ന ആളായിരിക്കും. അത് എപ്പോഴും ഒഴിവാക്കണം ആളുകൾ. നമ്മുടെ സംസാരത്തിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി, അതൊന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. നമ്മളതൊന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. എപ്പോഴും ഒരു സെൽഫ് എഡിറ്റിംഗ് എപ്പോഴും നല്ലതാണ് ജീവിതത്തിൽ. എൻ്റെ വർത്താനം എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്നോട് എപ്പോഴും ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത്, ഞാൻ വർത്താനം പറഞ്ഞ് 2-3 ആകുമ്പോഴത്തേന് എന്തുകൊണ്ട് കച്ചറായി മാറുന്നു, എന്തുകൊണ്ടാണ് ഞാൻ പ്രശ്നക്കാരനാകുന്നു, എൻ്റെ വർത്താനത്തെ എന്തുകൊണ്ടാണ് ഞാൻ എല്ലാവരും എന്നോട് തെറ്റുന്നത്, കുഴപ്പമാവുന്നത്. കാരണം അപ്പം എൻ്റെ വർത്താനത്തെ ഞാനങ്ങനെ എഡിറ്റ് ചെയ്ത് നോക്കണം. സെൽഫ് ക്രിറ്റിസിസം നടത്തണം, ആത്മവിമർശനം എപ്പോഴും നടത്തണം. ഞാൻ സംഘടനയിൽ പോയാൽ, ഞാൻ സ്ഥാപനത്തിൽ പോയാൽ, ഞാൻ പള്ളി കമ്മിറ്റിക്ക് പോയാൽ, ഞാൻ എന്തെങ്കിലും തരത്തിൽ യോഗത്തിൽ പോയാൽ, ഞാൻ കൂട്ടുകാരുടെ ഇടയിൽ ഇരുന്നാൽ ഒക്കെ ഞാൻ ഏത് തരത്തിലാണ് വർത്താനം പറഞ്ഞത്, എല്ലാവരും ഇങ്ങനെ കുത്തി നോവിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തആൻ, കാരണം മുഅ്മിൻ ഒരു തആനല്ല, ആക്ഷേപം ഇങ്ങനെ നടത്തുന്ന ആളല്ല. ആക്ഷേപം എല്ലാ വിഷയത്തിലും ആക്ഷേപം. വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോഴും ആക്ഷേപം കൊണ്ട് മൂടുക, എന്തെങ്കിലും കുറവും കുറ്റവും കുറവുള്ളത് ഇങ്ങനെ പറയാം. കറിയിൽ കഴിയുന്ന മോട്ടർ അടിച്ചതെന്ന് ചോദിക്കുക, കുറച്ച് വെള്ളം കൂടിയിരിക്കണമെങ്കിൽ, ചോറ് അടുപ്പത്തിട്ട് ഉറങ്ങിയെന്ന് ചോദിക്കുക. അപ്പോൾ അത് ആ വർത്തമാനത്തിൽ അതൊക്കെ ഉണ്ട്. എന്നിങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം ലഅൻ, ഇങ്ങനെ ആക്ഷേപിച്ച് പറഞ്ഞാൽ ലാന് ചെയ്യാം, ശപിച്ച് വർത്താനം പറയാം. അത് മറ്റൊരാൾ ശപിക്കലാകാം, സ്വന്തം വിഷയങ്ങൾ ശപിക്കലാകാം, പ്രവർത്തനത്തെ ശപിക്കലാകാം, സ്വന്തം ഇപ്പോൾ ഒരു വാഹനം ഉണ്ടാവും, പണ്ടാറടങ്ങിയ വാഹനം എന്നൊക്കെ പറയും ആൾക്കാർ, ഒരു ശാപമാണ്. ആ ഒരു അടങ്ങല്, പണ്ടാറം അടങ്ങല് ഒരു ഭയങ്കര ശാപം വർത്താനാണ്. അതല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു വണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഒരു വാഹനം, എൻ്റെ ഒരു വീട് എടുത്തിട്ട് ഈ കച്ചവടം കൊണ്ട് ഇടങ്ങുന്നത്, അതുകൊണ്ടായിരിക്കുള്ള വരുമാനം കിട്ടുകയാണ്. എന്തോ ഒരു കച്ചവടം, ഒരു ലാഭമില്ല. ഇങ്ങനെ ലാൻ ചെയ്തിട്ടും ഒരു ലാൻ ചെയ്ത് ഇങ്ങനെ സംസാരിക്കാം. മുഅ്മിൻ ലാൻ ചെയ്യുന്നവനല്ല. വലൽ ഫാഹിഷ്, അശ്ലീലമായ നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യുന്നവനോ പറയുന്നവനോ കാണുന്നവനോ അല്ല. വലൽ ബദി, പ്രത്യേകമായി അശ്ലീല സംസാരങ്ങളെ പ്രത്യേകം പറഞ്ഞു. ചില ആളുകൾക്ക് അശ്ലീലത പറയാൻ ഭയങ്കര മെയ്വഴക്കമാണ്, നാവ് നന്നായി വഴങ്ങും, അശ്ലീലത പറയാം. ഏത് വിഷയത്തിനും അശ്ലീലത പറയാം. കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും പലപ്പോഴും. അപ്പോൾ ചിലതിലൊക്കെ അശ്ലീലത നിറച്ച് പറയും. മനുഷ്യന്മാർക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു വിഷയമാണ്. അപ്പം ബദീ ഉൽ ലിസാനെ എപ്പോഴും സൂക്ഷിക്കണം. വളരെ അത് കൂടുതലായി പറയുന്ന ആളുകൾ അത് ക്രമേണ കുറച്ച് കൊണ്ടുവരണം, അത് പറ്റ നിർത്തണം ആ വിഷയം. കാരണം ബദീ ഉൽ ലിസാൻ പ്രത്യേകിച്ചും കൂടുതൽ ആളുകൾ ചില വിഷയങ്ങൾ പറയുകയും ചില വിഷയങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യണം, പ്രത്യേകിച്ചും സമപ്രായക്കാരുടെ ഒക്കെ ഇടയിൽ. എന്നാൽ അതുമാത്രം ഇരുന്ന് പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ ആളും തരവും നോക്കാതെ പറയാം. പ്രത്യേകിച്ചും ഇപ്പോഴൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ വ്യാപകമായപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരുപാട് ഈ അശ്ലീല ചുവയുള്ള മെസ്സേജുകളൊക്കെ ഇങ്ങനെ കൈമാറലുണ്ട് ആൾക്കാർ.
സെക്ഷൽ ടോൺസുള്ള തമാശകളൊക്കെ പറയും. പ്രത്യേകിച്ചും അത് ഏത് തരത്തിൽ ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ വളരെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ചെറിയവരും വലിയവരും 10-60 വയസ്സുള്ള ആൾക്കാരും 10-15 വയസ്സുള്ള കുട്ടികളും ഒക്കെ ഉള്ള ഗ്രൂപ്പുകളിൽ, കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഒരു മാന്യതയും ഇല്ലാതെ, ഒരു 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 പരിസരബോധവും ഇല്ലാതെ ആളുകൾ അത്തരം തമാശകൾ, അത്തരം വൾഗർ ടോൺസ് ഉള്ള, സെക്ഷൽ ടോൺസ് ഉള്ള, അല്ലെങ്കിൽ നെഗറ്റീവ് ടോൺസ് ഉള്ള തമാശകൾ, അതൊക്കെ ഫോട്ടോകൾ, പിക്ചറുകൾ, വീഡിയോകൾ ഇതൊക്കെ ഷെയർ ചെയ്യും. ചില ആളുകൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പരിസരബോധവും ഔചിത്യബോധവും പലരും സൂക്ഷിക്കൂല. നമ്മൾ ഓഫ്ലൈനിൽ മാത്രമല്ല ഓൺലൈനിൽ നമുക്ക് കൃത്യമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, നമ്മളുടെ വ്യക്തിത്വം നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ആളുകൾ ചില രീതിയിലുള്ള ചെറിയ ചെറിയ തമാശകളൊക്കെ സമപ്രായക്കാരുടെ ഇടയിൽ പറയും. സമപ്രായക്കാർ മാത്രമുള്ള, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ഇതിൻ്റെ ഇടയിലൊക്കെ പറയുന്ന പോലെയല്ല, പൊതുസമൂഹത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും, അല്ലെങ്കിൽ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ആളുകളൊക്കെ ഉള്ള ആളുകളുടെ ഇടയിൽ, അത് സാധാരണ രീതിയിൽ ചിലപ്പോൾ അങ്ങനെ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഓൺലൈനിലാവുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നത് ഈ മെഷീന് മാത്രമേ ഡിവൈസസ് മാത്രമേ നമുക്ക് ബന്ധം വരുന്നുള്ളൂ. അപ്പോൾ അത്തരം മിക്കവാറും ഗ്രൂപ്പുകൾ, മിക്കവാറും വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതിൽ ഹദീസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും, അതിൽ ഖുർആനും ഉണ്ടാവും, നല്ലതൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിലൂടെ ഏറ്റവും വൾഗറായി ആളുകൾക്ക് അത് കൈമാറ്റം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വളരെ വൾഗറായിട്ടുള്ള, വളരെ ചെറിയ കുട്ടികളെ അടുക്കൽ നിന്ന് പോലും വലിയ വലിയ സെക്ഷൽ ടോൺസ് ഉള്ള സംസാരങ്ങൾ, ഇതൊക്കെ ടിൻറ്റുമോൻ ടൈപ്പ് സാധനങ്ങൾ ഇതൊക്കെ വരും. അപ്പോൾ അത് ബദി ഉല്ലിസാനാണ്, വളരെ മോശമായ. ചെറിയ കുട്ടികളിൽ നിന്നൊക്കെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിപ്പിക്കും ചില ആളുകൾ. അത് വലിയ അഭിമാനത്തോടെ പറയും. അപ്പോൾ ഹയാ ഉണ്ടാവണം, ലജ്ജ ഉണ്ടാവണം മനുഷ്യന്. സംസാരങ്ങളിൽ വളരെ അധികം ഒരു മാന്യതയും ഒരു വ്യക്തിത്വവും മനുഷ്യന്മാർ സൂക്ഷിക്കണം. ലൈസൽ മുഅ്മിനു ബിത്ത്ആൻ വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദി. അശ്ലീലത കാണുകയും ചെയ്യുകയും പറയുകയും ചെയ്യുന്നവരല്ല. വളരെ മോശമായ വാക്കുകൾ, ചിലർ വാക്കുകൾ ഉപയോഗിക്കുന്ന നായ, പന്നി, പട്ടി, അങ്ങനത്തെ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുക. അതിൻ്റെ മക്കൾ, അല്ലെങ്കിൽ വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ നിന്നുണ്ടായ മക്കളെ സൂചിപ്പിക്കുന്ന വളരെ അശ്ലീലതയായ വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഇംഗ്ലീഷിൽ അങ്ങനത്തെ കുറേ വാക്കുകൾ, ബസ്റ്റാർഡ് എന്ന് ഉപയോഗിക്കും, റാസ്കൽ എന്ന് ഉപയോഗിക്കും. ഇങ്ങനത്തെ ഒരുപാട്, അത് ചില സിനിമകളിലും മറ്റും ഇതൊക്കെ കണ്ടിട്ട് അത് സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് ലാഘവത്തോടെ ആ വിഷയത്തെ പരിഗണിക്കുകയും പെരുമാറുകയും ചെയ്യും. ചില ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞു പഠിച്ച്, ചില കുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞു പഠിച്ചിട്ട് ചില എഫ് വേർഡുകളൊക്കെ ഉണ്ട് ഇംഗ്ലീഷിൽ. അത് ചിലപ്പോൾ അതിൻ്റെ അർത്ഥം പോലും അറിയാതെ എഫ് വേർഡുകൾ ഉപയോഗിക്കും. എന്നിട്ട് അത് സാധാരണ രീതിയിൽ അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുകയും സ്ഥിരമായി കേൾക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത്തരം വാക്കുകളും കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അത് സാധാരണ ചിലപ്പോൾ അധ്യാപകരോട് പറയും, ചിലപ്പോൾ ഉമ്മാനോടും ഉപ്പാനോടും പറയും. എത്ര മോശമായിട്ടാണ് അത്തരം വാക്കുകൾ ഉപയോഗിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കണം. നാവുകളെ വളരെ കൃത്യമായി നിയന്ത്രിക്കാൻ. ആവശ്യമായ ഒരു വാക്കുകളും തനിക്ക് ആവശ്യമില്ലാത്ത ഒന്നും പറയാതെ ആയിരുന്നു നാവുകളെ സൂക്ഷിച്ചത്. നമ്മൾ സംസാരത്തെ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും അശ്ലീലമായ വാക്കുകൾ, നമ്മൾ പറയുന്ന വാക്കുകൾ ഒരാളെ ആക്ഷേപിക്കുന്നതാവാതിരിക്കുക, ഒരാളുടെ കുറ്റം കുറവ് മാത്രം പറയുന്നതാവരുത്. കുറ്റം കുറവൊന്നും ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ചില ആളുകൾ അത് പറയാൻ വേണ്ടി മാത്രം ഇരിക്കും. അങ്ങനത്തെ ഒരുപാട് സദസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഹദീസിനെ വളരെ ഗൗരവമായി കാണാൻ. ലൈസൽ മുഅ്മിനു ബിത്ത്ആൻ വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദി. ഇതിന് വളരെ പ്രധാനമായി മനുഷ്യന് ആവശ്യമുള്ളത് ഹയാ ആണ്. അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ കാനൽ ഫുഹ്ഷു ഫീ ഷൈഇൻ ഇല്ലാ ഷാനഹു. ഏത് വിഷയത്തിലും ഫഹ്ഷ് ഉണ്ടെങ്കിൽ, അശ്ലീലത ഉണ്ടെങ്കിൽ അത് മോശമാണ്. അതിനെ മോശമാക്കിയിട്ടല്ലാതെ ഉണ്ടാവില്ല, അത് വളരെ മോശമാണ്. വമാ കാനൽ ഹയാഉ ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. ഏതൊരു വിഷയത്തിലും ഹയാ ഉണ്ടെങ്കിൽ, ലജ്ജ ഉണ്ടെങ്കിൽ, ലജ്ജ എന്ന് പറഞ്ഞാൽ മുഖം മറച്ചിരിക്കുക എന്നുള്ളതല്ല. ലജ്ജ മനുഷ്യന്റെ പെരുമാറ്റത്തിലുണ്ട്, സ്വഭാവത്തിലുണ്ട്, വർത്തമാനത്തിലുണ്ട്, ഇതൊക്കെ ഉണ്ട്. ലജ്ജ ഉണ്ടായെങ്കിലോ, ഇപ്പൊ നമ്മൾ കമ്മിറ്റി മീറ്റിങ്ങിൽ വർത്താനം പറയാന്നുള്ളത് ചെറുപ്പക്കാരൊക്കെ ഭയങ്കര ചോദ്യം ചെയ്യാം, ഓന് ഭയങ്കര വർത്താനം പറഞ്ഞാൽ അത് വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കും. അതൊക്കെ ഒരു ആധുനികതയുടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുത്തകാർക്കും അങ്ങനെയൊക്കെ കുറെ വാക്കുകൾ, കുറെ സ്വതന്ത്രവാദത്തിന്റെ ഒരുപാട് സാധനങ്ങളുടെ ഭാഗമായിട്ട് വരും. അപ്പൊ പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം, പക്ഷെ മാന്യമായി പറയണം. കുറെ ചൂടാവലല്ല, എത്രയും മാന്യമായിട്ട് സംസാരിക്കും. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, പക്ഷെ നിയന്ത്രിച്ച് പറയാം. നമ്മളെക്കാൾ വയസ്സിന് മൂത്തവരാണ്, അയാൾ എന്തോ ആവട്ടെ, പ്രായത്തിന് മൂത്ത ആളുകളെ ബഹുമാനിക്കണം. ചില ആളുകൾക്ക് മാന്യതയെ നമ്മൾ പിച്ച് ചീന്താൻ പാടില്ല. നാട്ടിലൊരാള് അയാൾ പറഞ്ഞാൽ അനുസരിക്കണ കുറെ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ചില സ്ഥാനങ്ങളുണ്ട്, ചില പ്രസിഡന്റ് ആയിരിക്കും, സെക്രട്ടറി ആയിരിക്കും. ആ സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അപ്പൊ അയാളുടെ ചിലപ്പോൾ നമ്മുടെ നേതൃസ്ഥാനത്തുള്ള ആളായിരിക്കും. അയാളെ കുറിച്ച് എന്തെങ്കിലും മോശമായതൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊരിക്കലും അയാളുടെ മുഖം ഫേസ് പിച്ച് ചെയ്ത്, കാരണം ആ വ്യക്തിയെ മാത്രമല്ല, നമ്മൾ ആ ഒരു സ്ഥാനത്തെ കൂടി നമ്മൾ ആദരിക്കുമ്പോൾ ബഹുമാനിക്കുക ചെയ്യണം. അപ്പോൾ വർത്തമാനത്തിൽ എപ്പോഴും ഹയ ഉണ്ടാണ്, മാന്യമായി സംസാരിക്കണം, പറയേണ്ടതേ പറയാൻ പാടുള്ളൂ.
എനിക്ക് കുറെ ആൾക്കാർ പിന്തുണ നൽകുന്നു വിചാരിച്ചിട്ട് ഞാൻ എന്തോ കമ്മിറ്റി മീറ്റിങ്ങിലൊക്കെ എന്തോ എന്ന് വെച്ച് പറയരുത്. കാരണം നമ്മളെ ബഹുമാനിക്കുക, നമ്മളെ ഉപ്പമാരുടെ പ്രായമുള്ള, നമ്മളെ ആദരിക്കേണ്ട, അല്ലെങ്കിൽ സമൂഹത്തിൽ ആദരവ് ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ ഞാൻ ആളെ മോശക്കാരനായതുകൊണ്ടിരിക്കും, പക്ഷെ ആ സ്ഥാനത്തിന് ബഹുമാനം ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെപ്പോഴും ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഹയാ ഉണ്ടാവണം, സംസാരത്തിൽ സൂക്ഷ്മത പുലർത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.